പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 28:14. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വഠാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 28 വേഴ്സ് 14 says, സുഭാഷിതങ്ങൾ 28:14 ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി നിരന്തരം എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ എന്ന് പറഞ്ഞാൽ അല്പം പോലും മാറ്റമില്ലാതെ ഒരു വ്യക്തി ദൈവഭക്തിയിലാണ് കഴിയുന്നതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, അവൻ അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞാൽ നിരന്തരം ദൈവഭക്തിയിൽ പരിശീലിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം ഉണ്ടാകും. അവൻ്റെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ നമ്മളെ ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കുകയാണ്. ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ കുടുംബ പ്രാർത്ഥനയിൽ അത് പഠിപ്പിക്കുന്ന ദൈവത്തിൽ ഒരു പരിശീലനമാണ്. വേദപാഠത്തിനയക്കുന്ന ദൈവത്തിൽ പരിശീലനമാണ്. അങ്ങനെ ദൈവഭക്തിയിൽ പരിശീലിക്കാനുള്ള സാഹചര്യങ്ങൾ വളർന്നു വന്നാലും ദൈവം നമുക്ക് അനുവദിക്കും. ഹല്ലേലൂയ. അതിൽ നിലനിന്നാൽ, ആ ദൈവത്തെ പരിശീലിച്ചാൽ ആ വ്യക്തിയുടെ ഒരുപാട് മണ്ഡലങ്ങളിൽ അനുഗ്രഹമുണ്ടാകുന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഓർക്കാണ്, അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടാൻ വേണ്ടി വന്ന ഒരു ബിജു കൊടകര, ആ വ്യക്തി ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കാണ്. ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി എത്തിക്കുന്നത് ഈ ബിജു കൊടകര എന്ന വ്യക്തിയുടെ അപ്പനും അമ്മയാണ് ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ ബിജുവിൻ്റെ കുട്ടി നാളുകളായി നടക്കുകയില്ല. സാധാരണ ഒരു കുട്ടി ജനിച്ചിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ കമക്കാനും അല്ലെങ്കിൽ പതുക്കെ നീന്താനും, 1 വയസ്സാകുമ്പോൾ 1.5 വയസ്സാകുമ്പോൾ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങും. എന്നാൽ ഈ കുട്ടി കിടത്തിയാൽ അങ്ങനെ കിടത്തും, മരത്തിൽ കിടത്തും, കമ്പത്തി കിടത്തും എന്നല്ലാതെ അല്പം പോലും ചലിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയുടെ വല്യമ്മ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ അവർ നല്ല ദൈവഭക്തിയുള്ള മാതാപിതാക്കളായിരുന്നു. കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കർത്താവ് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു. ആ വെളിപ്പെടുത്തൽ ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, എന്നിട്ട് ആ കുടുംബം ആ ഒരു കാര്യത്തിൽ അങ്ങോട്ട് പരിശീലനം നേടി, ആ ഒരു കാര്യത്തിൽ അങ്ങോട്ട് അനുസരിച്ചു. ദൈവത്തിനാൽ അവർ അനുഗ്രഹീതരായി തീർന്നു. നമുക്ക് ആ സാക്ഷി ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ബിജു, എൻ്റെ മകളുടെ പേര് ആൻമരിയ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലെ കൊടകര എന്ന സ്ഥലത്താണ് താമസം. തൃശ്ശൂരിൽ നിന്നുമാണ് ഈ കുടുംബം മോളുമായിട്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകള് ജനിച്ചിട്ട് 1.5 വയസ്സ് വരെ ഒരു കമിഴ്ന്നു പോകാനോ അല്ലെങ്കിൽ നടക്കുവാനോ ഒരു കുട്ടികളുടേതായ വളർച്ച. അവള് കൈ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, വായിലൊക്കെ പല്ലൊക്കെ വന്നു, പക്ഷെ കൈ കാട്ട് അടിക്കും. പക്ഷെ നടക്കുവാനോ കമിഴ്ന്നു പോകാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. 6 മാസമായിട്ട് അങ്ങനെ കമിഴ്ന്നു പോകാണ്ടായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, സാരില്ല, പേടിക്കണ്ട, ഒരു വയസ്സാകുമ്പോൾ അത് ശരിയാവും. അങ്ങനെ വീണ്ടും ഞങ്ങൾ 1 വയസ്സായപ്പോഴും കുട്ടി പഴയ അവസ്ഥ കിടത്തോർത്തിരിക്കും. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് നടക്കും. അങ്ങനെ 1.5 വയസ്സായപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഏകദേശം കുട്ടീനെ ഇരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നിരങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഭയങ്കര വിഷമമായി, കുട്ടി നടക്കണില്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ 2011 ജനുവരി 16 ധ്യാനത്തിന് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും സമ്മതിക്കുവാനായിട്ട് ഇവിടെ ഒരു സീറ്റ് ലഭിക്കുകയും അവർ വന്ന് ധ്യാനം കൂടുകയും ബിനയച്ചനോട് ഞങ്ങളുടെ വിഷമം പറയുകയും ചെയ്തു. അപ്പോൾ ബിനയച്ചൻ പറഞ്ഞു, 33 വിശ്വാസ പ്രമാണം 41 ദിവസം ഒരു കരുണയുടെ കൊന്ത കൂടി നിങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടിയും ചെല്ലാൻ പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, 41ാമത്തെ ദിവസം ഞങ്ങൾ കരുണയുടെ കൊന്ത ചെല്ലി 5ാമത്തെ രഹസ്യം എത്തിയപ്പോൾ എൻ്റെ മോള് കസേരമേ പിടിച്ച് എണീറ്റ് നിന്ന് പപ്പാന്നും പറഞ്ഞു നടന്നു വന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. നമുക്ക് സഹോദരൻ 1.5 വർഷമായിട്ട് ഈ കുഞ്ഞ് നടക്കാത്തൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ ഞാൻ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ
ധ്യാനം കൂടെ ആരാ വേണ്ടി വന്നത്? എന്റെ അപ്പച്ചനും അമ്മച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വന്നു. അപ്പച്ചൻ അമ്മച്ചി വല്യപ്പച്ചനെ കുട്ടിയുടെ വല്യപ്പൻ്റെ വല്യമ്മ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് ഒരു മെസ്സേജ് കൊടുത്തു. 33 ദിവസം 33 വിശ്വാസ പ്രമാണം, അതിനുശേഷം കരുണക്കൊന്ത, അങ്ങനെ ചൊല്ലി 41 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവര് വിശ്വാസത്തോടു കൂടി ഇവര് അപ്പനും അമ്മയും പിന്നെ ചേട്ടനും ചേർന്ന് നിങ്ങൾ എല്ലാവരും കുടുംബങ്ങളെല്ലാവരും വിശ്വാസ പ്രമാണം ഞങ്ങൾക്ക് ദിവസത്തിലെ പല ദിവസങ്ങളായാലും എത്തിക്കും, പല സമയത്ത് എത്തിക്കും. കരുണേരൊക്കെ വന്ന പ്രാർത്ഥന എത്തിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊച്ചിന്റെ അടുത്ത് കരുണയുടെ കൊന്ന് പ്രാർത്ഥിച്ച് വെളിച്ചെണ്ണ പറ്റും, കാൽമ വെളിച്ചെണ്ണ പറ്റും, വെഞ്ചരിച്ച് എണ്ണ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ച് 41 ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ കൊച്ചു തന്നെ അല്ലേ തന്നെ എഴുന്നേറ്റു, തന്നെ കസേര പിടിച്ച് നിന്ന് നടന്നു വന്ന് പപ്പാന്ന് വിളിച്ചു പറഞ്ഞു. യേശുവേ 41 ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ കൊച്ചു കസേര എഴുന്നേറ്റ് കസേര പിടിച്ച് പിന്നെ കൈവിട്ട് നടന്ന് പപ്പാന്ന് പറഞ്ഞ് നേരെ നടന്ന് അപ്പച്ചന്റെ അടുത്തേക്ക് വന്നിരിക്കും. അതുവരെ ഒരുവിധ ആ വെളിച്ചെണ്ണ 41 ദിവസം ആ നടക്കണ വരെ ഒരുവിധ ഇതുണ്ടാവില്ല. കുട്ടിക്ക് അങ്ങനെ ഇരുത്തിയിരിക്കും കിടന്നൊരു അവസ്ഥ. 41 ദിവസം കഴിഞ്ഞ് ഈശോ നേരിട്ട് വന്ന് തൊട്ടങ്ങോട്ട് അനുഗ്രഹിച്ചു. നോക്ക സഹോദരങ്ങളെ, ഇവർക്ക് കിട്ടിയൊരു വചനം, ഇവർക്ക് കിട്ടിയൊരു സന്ദേശം അവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അത് അനുസരിച്ചു കഴിഞ്ഞപ്പോ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉയർത്തി കൈയടിച്ച് അസാധ്യമായി ഒന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, അസാധ്യമായി ഒന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ബുദ്ധിക്കതീതമത്ഭുതങ്ങൾ ദൈവം എന്നെ നടത്തുന്നു, ബുദ്ധിക്കതീതമത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ഉയർത്തി കൈയടിച്ച് സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ, സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ, എൻ യേശുവിൻ കൂടെയുള്ളതാ. നോക്ക സഹോദരങ്ങളെ, ആ കുടുംബം ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നത് കൊണ്ട് വല്യപ്പനോടും വല്യമ്മയോടും പറഞ്ഞു വിട്ടൊരു നിർദ്ദേശം അവർ ചെന്ന് അവരുടെ 2 മക്കളോട് പറഞ്ഞു. ഉടനെ ആ മക്കളും കൂടെ വിശ്വാസം അവർ 4 പേര് ഒരുമിച്ചിരുന്ന് ഈ കൊച്ചിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചന ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും, ഒരു ധ്യാനത്തെ സംബന്ധിക്കുമ്പോഴാണെങ്കിലും, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴായിരിക്കണം, നീ ഒരു കല്യാണത്തിന് ഒരു ഫംഗ്ഷനെ സംബന്ധിക്കാൻ വേണ്ടി പോകുമ്പോഴാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ അനുശാസിക്കുന്ന ഓരോ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ നീ അറിയാതെ തന്നെ ദൈവത്തിൽ ഒരു പരിശീലനം നേടുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവ് ഇപ്പോൾ നമ്മളെ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഹൃദയ തുറവയോടെ കരങ്ങൾ ഉയർത്തി കുറച്ച് സമയം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, കർത്താവെ ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ വചന ശുശ്രൂഷ സംബന്ധിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ മുമ്പിലോ ടി വിയുടെ മുമ്പിലോ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദൈവഭക്തിയുടെ ആത്മാവ് ഇപ്പോൾ ഓരോരുത്തരുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അലസത മാറട്ടെ, ക്ഷീണം മാറട്ടെ, തളർച്ച മാറട്ടെ, ഉറക്കം മാറട്ടെ, മന്ദത മാറട്ടെ, രോഗം മാറട്ടെ, തടസ്സം മാറട്ടെ, ദുർദോഷങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടിമിന്നൽ പോലെ ഈശോയുടെ ശക്തി ശരീരത്തിലേക്ക് ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തിയിൽ പരിശീലനം നേടാൻ, ദൈവഭക്തിയിൽ പരിശീലനം നേടാൻ, ദൈവഭക്തി വർദ്ധിക്കാൻ ഓരോ ദാസന്മാരെ പോലെ കൃപയുടെ അഭിഷേകം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം ചാട്ടുളി പോലെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും വേർതിരിക്കാൻ തക്കവിധം കർത്താവേ, നെല്ലും പതിനും നമ്മെ പാറ്റിക്കൊഴിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ അഗ്നി, വചനത്തിന്റെ അഭിഷേകമേ ഇപ്പോൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കഷ്ടതയും ക്ലേശവും നല്ലതോ ചീത്തയോ? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, ക്ലേശം എന്നീ പറയുന്ന സംഗതികൾ നല്ലതാണോ ചീത്തയാണോ എന്ന് വചനപ്രകാരം നമ്മളിന്ന് പരിശോധിക്കാൻ പരിശ്രമിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശയ്യാ പ്രവചനം അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം തിരുലിഖിതം. ബുക്ക് ഐസയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 20. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവമായ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു, നിന്റെ രക്ഷകൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ വളരെ വാത്സല്യപൂർവമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ കാരണവന്മാരോട് മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, എടാ ഞാൻ നിനക്കിട്ട് 2 തല്ല് വെച്ച് തന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല. ഞാൻ അങ്ങനെ ഇപ്പം ആ സമൂഹത്തിൽ വെച്ച് മുമ്പിൽ വെച്ച് നിന്നെ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ, എൻ്റെ മനസ്സെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? ചിലപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്, തന്നാൽ പോലും ഞാൻ നിന്നെ മറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ശരിയാണെന്ന് നമുക്കറിയാം. കാരണം ബൈബിളിൽ അബ്രാഹത്തിൻ്റെ ദാസിയായ ഹാഗാർ ഒരുപാട് കഷ്ടതകളുടെ ഞെരുക്കങ്ങളിലൂടെ അവസാനം സ്വന്തം കൊച്ചിനെ എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പെടുന്ന രംഗമുണ്ട്. അങ്ങനെ മരുഭൂമിയിൽ ഓടിച്ചെന്ന് അവസാനം കൊച്ചിനെ മരണത്തിന് വിട്ടുകൊടുത്ത് കൊച്ചിനെ ദൂരേക്ക് മാറ്റിയിരുത്തിട്ട് ഈ സഹോദരി കൊച്ചു മരിക്കുന്ന കാണാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്ന രംഗമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. എന്നിട്ട് അവർ ഉൾക്കണ്ണ് തുറന്ന് അവർക്ക് കുടിക്കാൻ വേണ്ടി ജലം തൊട്ടടുത്തുനിന്ന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കെ പറയാം ഹല്ലേലൂയ. ദൈവം കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ലെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുക. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ചില മേഖലകളിൽ ചില കഷ്ടതകളും ചില ക്ലേശങ്ങളും ദൈവം അനുവദിക്കുന്നത്? 3 കാര്യങ്ങൾ നിനക്കൊരു ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. 3 കാര്യങ്ങൾ നിനക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം സ്വല്പം കഷ്ടത അനുവദിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രസവവേദന സ്ഥിതി അനുഭവിച്ച് കഴിയുമ്പോൾ അവർക്കൊരു കുഞ്ഞിനെ ദാനമായിട്ട് ദൈവം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ രാപകൽ അധ്വാനിച്ച് കഴിയുമ്പോൾ അവന് വൈകുന്നേരം ഒരു കൂലി സമ്മാനമായിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം നിനക്ക് 3 കാര്യങ്ങൾ സമ്മാനമായി തരാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? അത് നമ്മൾ വായിക്കുന്നത് റോമാ ലേഖനത്തിലാണ്. റോമാ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഉറക്കെ പറയാം ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പിന്നെ പറയാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, ക്ലേശം ഇവയെല്ലാം ദൈവം അനുവദിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി വചനം വെളിപ്പെടുത്തുകയാണ്. അത് ഒന്ന്, നീ പ്രത്യാശയിൽ സന്തോഷിക്കാൻ. അതുപോലെ തന്നെ നീ സഹനം ശീലം അഭ്യസിക്കാൻ. അതുപോലെ തന്നെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ ഒരു കഷ്ടതയും ഞെരുക്കവും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ പ്രത്യാശ അങ്ങോട്ട് ഉയരുകയാണ്. ദൈവം ഇടപെട്ടെന്നുള്ള ദൈവാശ്രയമായ പ്രത്യാശ നിന്റെ ജീവിതത്തിൽ ഉണരും. അതുപോലെ തന്നെ ജീവിതത്തിൽ നീ സഹനം അഭ്യസിക്കും, സഹനം പരിശീലിക്കും. എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. സഹനം ഒരു ശീലമായിട്ട് മാറും. ശീലം എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ തുടങ്ങിയ ശീലമാണ്. പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ സഹനം നിന്റെ ജീവിതത്തിൽ ശീലമായിട്ട് വരും. എന്നിട്ട് 3-ാമത്തെ കാര്യം പഠിപ്പിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരതയുള്ളതായിട്ട് തീരും.
ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു ക്ലേശം വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിലെ നിന്റെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരതയുള്ളതായി മാറുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കഷ്ടത ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സഹനശീലം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അതിൽ നിന്ന് വേറെ ഒരുപാട് സംഗതികൾ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവം തരുന്ന ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ഉദാഹരണം പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ നെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാം നന്മയാണ്. നെല്ലിനകത്ത് അരി കിട്ടും, തവിട് എടുത്തു കഴിഞ്ഞാൽ അതിന് പശുവിന് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നെല്ലുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ, അതിൻ്റെ കച്ചിയാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വീട് മേയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജീവികൾ കൊടുക്കാൻ വേണ്ടി ഉപകരിക്കപ്പെടും. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരു പശുവിനെ വളർത്തി നോക്ക്, അതിൻ്റെ എല്ലാ ഉപയോഗമാണ്. അതിൻ്റെ ചാണകം ഉപയോഗമാണ്, അതിൻ്റെ പാൽ ഉപയോഗമാണ്, അതിൻ്റെ തൊലി ഉപയോഗമാണ്, അതിൻ്റെ മാംസം ഉപയോഗമാണ്, എല്ലാ ഉപയോഗമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഗതി നിന്റെ ജീവിതത്തിൽ തരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കുറേ അധികം നന്മകൾ വേറെയുണ്ട്, ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. അതെവിടെ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് റോമ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം തിരുലിഖിതങ്ങളാണ്. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ വചനം പഠിപ്പിക്കുകയാണ്, കഷ്ടത വഴി സഹനശീലം ഉണ്ടാകുന്നു. അത് നമ്മൾ ഓൾറെഡി കണ്ടു. കഷ്ടത വഴി സഹനശീലം ഉണ്ടാകുന്നു കണ്ടു. ഇനി സഹനശീലം വഴി വേറൊരു സംഗതി കിട്ടുകയാണ്, ആത്മധൈര്യം. ഇനി ആത്മധൈര്യം വേറൊരു സംഗതിയാണ്, അതാണ് പ്രത്യാശ. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, കഷ്ടത വഴി സഹനശീലം, പ്രത്യാശ, പ്രാർത്ഥന, സ്ഥിരത. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, ഈ പ്രത്യാശ നാം നിരാശരാക്കുന്നില്ല. കാരണം അതുവഴി ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളും കടന്നു പോകുമ്പോൾ ഗുരു മറിഞ്ഞിരിക്കുകയല്ല, ഒരുപാട് സംഗതി നമ്മുടെ ഹൃദയത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇനി ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് ഈ പ്രത്യാശ എന്ന് പറഞ്ഞത്? സഹോദരങ്ങളെ, ഈ പ്രത്യാശ മറ്റൊന്നുമല്ല, ദൈവരാജ്യത്തെ കുറിച്ചുള്ള വലിയൊരു പ്രത്യാശയാണത്. അത് നമ്മൾ വായിക്കുന്നത് 2 തെസ്സലോനിക്ക 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ്. 2 തെസ്സലോനിക്ക 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാകണമെന്നുള്ള ദൈവത്തിന്റെ നീതിപൂർവമായ നിശ്ചയത്തിനുള്ള തെളിവാണിതെല്ലാം. വളരെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ നിരവധി കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എന്തിലാണോ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്, ആ പ്രത്യാശയായ ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് കഷ്ടതകൾ അനുവദിച്ചു തരുന്നു. അപ്പൊ കഷ്ടത നല്ലതാണോ ചീത്തയാണോ? നിനക്ക് ആത്മധൈര്യം വേണ്ടേ? നിനക്ക് പ്രത്യാശ വേണ്ടേ? നിനക്ക് സഹനശീലം വേണ്ടേ? നിനക്ക് പ്രാർത്ഥന സ്ഥിരത വേണ്ടേ? ഹല്ലേലൂയ. അതിലേക്ക് നിന്നെ എത്തിക്കാൻ ദൈവം അനുവദിക്കുന്ന സംഗതിയാണ് കഷ്ടതയും സഹനശീലവും. അപ്പൊ കഷ്ടതയും സഹനശീലം നല്ലതാണോ ചീത്തയാണോ? ഉത്തരം പറയണ്ട, മനസ്സിൽ സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മനസ്സോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവരാജ്യത്തിന്റെ പ്രത്യാശ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട്, നീ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം ആയതുകൊണ്ട് ദൈവം നിനക്കൊരു ചെറിയ വിത്ത് തരിക, ഒരു കഷ്ടത. അതുവഴി നീ ഒരുപാട് മേഖലയുടെ വളർന്ന് 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 വന്ന് ആത്മധൈര്യം, പ്രത്യാശ, സഹനശീലം, അങ്ങനെയെല്ലാം വളർന്ന് നീ ദൈവരാജ്യത്തിന്റെ അംഗമായി തീരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സഹോദരങ്ങളെ, ഈ പ്രത്യാശ, ഈ കഷ്ടതയിൽ നിന്ന് വരുന്നൊരു പ്രത്യാശ എന്ന് പറയുന്ന സംഗതി അത് നിസ്സാരമായ സംഗതി അല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധരെ കുറിച്ച് പ്രത്യേകതയുണ്ട്. ഈ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇവർ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കൊച്ചുത്രേസ്യ ഒരു സംഗതി കുനിഞ്ഞ് താഴെ നിടുക്കുമ്പോൾ, ഒന്ന് കുനിഞ്ഞ് എന്തെങ്കിലും സംഗതി താഴെ നിനക്ക് ഒരിച്ചിരി കഷ്ടപ്പാടുണ്ട്. നടുബനിയുള്ള ആളാണ് കൂട്ടിക്കോ, രോഗമുള്ള ആളാണ് കൂട്ടിക്കോ. അതുവഴി കൊച്ചുത്രേസ്യ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും കാഴ്ചവെക്കും, ഒരു പാവയുടെ മാനസാന്തരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവനവന്റെ തന്നെ പാപത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി. ഉറക്കെ പറയാം ഹല്ലേലൂയ.
ഇത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മക്കമാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകത്തിൽ 2 മക്കബായർ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം തിരുലിഖിതം, അവിടെ കാണുന്നൊരു വചനമുണ്ട്. അതായത് ഒരമ്മയുടെ 7 മക്കളെ നിഷ്കരുണം അവിടെ രാജാവ് കൊല വിളിക്കുന്ന രംഗമുണ്ട്. ഉടനെ അമ്മയെക്കുറിച്ച് എഴുതപ്പെട്ടൊരു വചനമുണ്ട്. ഈ 7 മക്കൾ മരിക്കുന്നത് കണ്ടപ്പോഴും ഈ അമ്മ നിലനിൽക്കാൻ കാരണം എന്താണെന്നറിയോ? അത് കാരണമാണ് 7-ാമത്തെ അധ്യായം 20-ാം തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് അർഹമാകുന്നതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണിതെന്നുള്ള ആത്മീയ ബോധ്യം അവൾക്കുണ്ടായിരുന്നത് കൊണ്ട് അവർ സഹനശീലം അഭ്യസിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ കഷ്ടതയും അതേപോലെ തന്നെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നൊരു ബ്ലെസ്സിംഗ് ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ശരിക്കും ഒന്ന് ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. ഒരു കഷ്ടത വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു ഇച്ചിരി ക്ലേശം വരുമ്പോൾ, ലോകം നടക്കുന്ന പോലെ എളുപ്പ വഴിയിലൂടെ നടക്കാനല്ല നിന്റെ വഴി. നിന്റെ വഴി ക്ലേശത്തിൻ്റെ വഴിയാണ്. ദൈവം നടന്നു നീങ്ങി അദ്ദേഹം ദുർഘട വഴി തന്നെയാണ് നമ്മുടെയും വഴി. അവിടെ ഇത് ഒരു പ്രത്യാശയോടെ ഇതുവഴി ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പതിയുറപ്പിക്കണം. ഹല്ലേലൂയ. ആദ്യം ദൈവം പറഞ്ഞൊരു 3 ഗിഫ്റ്റ് തരികയാണ് ദൈവം. അതിനുശേഷം ആ ഗിഫ്റ്റിൽ നിന്ന് വേറെ ഗിഫ്റ്റുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾക്കൊപ്പം കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഒരു കഷ്ടത വരുമ്പോൾ അത് നമ്മളെ പ്രത്യാശയിൽ ഉറപ്പിക്കുകയാണ്, സഹനശീലരാക്കി മാറ്റുകയാണ്, പ്രാർത്ഥനയെ സ്ഥിരതയുള്ളതാക്കി മാറ്റുകയാണ്. അതുവഴി ആത്മധൈര്യവും പ്രത്യാശയും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവമേ, ഈ വചനത്തിൻ്റെ ബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഓ കർത്താവേ, ഈ വചനം കേട്ടോണ്ടിരുന്ന ഓരോ ദാസന്മാരിൽ വിതയ്ക്കപ്പെട്ട വചനം മുഴുവൻ പൊട്ടിമുളച്ച് ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ജീവിതത്തിൽ കഷ്ടതയും ക്ലേശങ്ങളും വരുമ്പോൾ ദൈവമേ അഭിഷേകത്തോടെ സ്വീകരിക്കാൻ തക്ക വിധം കർത്താവ് ഓരോ ദാസന്മാരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടതയും ക്ലേശവും അഭിഷേകത്തിനുള്ള വഴി. Come, Lord Jesus. ഹൃദയനിർമ്മല സ്നേഹനാഥൻ അപ്പമായും വീഞ്ഞുമായും അണയുന്നിതാ മാനസങ്ങളിൽ ജീവനേകും ഭോജ്യമായി. വചനം മാംസമായി അവതരിച്ച കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ജീവിതത്തെ മുഴുവൻ എന്ന് വിലയിരുത്താൻ തക്ക വിധം വചനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ വെളിപ്പെടുത്തലുകളെയും ദൈവമേ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, പിതാവ് നടാത്ത കളകളൊക്കെ അവിടുന്ന് പിഴുതു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആശീർവാദ സമയത്ത് ഞങ്ങൾ ഹൃദയത്തിലുള്ള മുള്ളുകളെ മുൾച്ചെടിനെ ദഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് കരം നീട്ടി ഓരോ കുടുംബങ്ങളെ, ഓരോ വംശങ്ങളെ, ഓരോ പാരമ്പര്യങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാത്താൻ വിതച്ച കളകൾ ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളും കുടുംബങ്ങളും ദേശങ്ങളിലും വംശങ്ങളിലും പാരമ്പര്യം ധരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, എല്ലാ തരത്തിലും പൈശാചിക ഒഴിഞ്ഞു പോകട്ടെ. തലമുറയുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ഇപ്പോൾ ബന്ധിച്ചു കിട്ടുന്നു. ആരാധന, 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 യേശുവേ ആരാധന. Lord Jesus. അസ്രായന്റെ നാമം ഉന്നതമാകും നാമം, അത് പാടി വണങ്ങുമ്പോൾ എന്താനന്ദം. കഷ്ടതയെല്ലാം നീക്കി നിത്യതയേകുന്നവനാം എന്നേശു നല്ലവനാകുന്നു. എന്നേശു